വിദേശ രാജ്യങ്ങളിലേക്ക് കൂടുതലായിട്ട് ട്രാവൽ ചെയ്യുന്നവർ ഇല്ലാന്നുണ്ടെങ്കിൽ ഇന്ത്യക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ വിദേശ വെബ്സൈറ്റുകളിൽ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ കൺസിഡർ ചെയ്യാൻ പറ്റിയ കുറച്ച് ഡെബിറ്റ് കാർഡ് ഓപ്ഷനുകൾ പരിചയപ്പെടാം. ഇങ്ങനെ വിദേശത്തേക്ക് കൂടുതലായിട്ട് ട്രാവൽ ചെയ്യുന്നവരാണെങ്കിലും അതുപോലെ തന്നെ വിദേശ വെബ്സൈറ്റുകളിൽ കൂടുതലായിട്ട് പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരാണെങ്കിലും നമ്മളുടെ നോർമൽ ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട് കുറേയധികം എക്സ്ട്രാ ചാർജും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നല്ലൊരു എമൗണ്ട് തന്നെ അങ്ങനെ നമ്മൾ വെറുതെ വേസ്റ്റാക്കി കളയേണ്ടതായിട്ട് വരും. നോർമലി വരുന്ന ചാർജുകൾ നോക്കിക്കഴിഞ്ഞാൽ ഒന്നാമതായിട്ട് വരുന്ന ഒരു ചാർജാണ് ഫോറിൻ കറൻസി മാർക്കപ്പ് ഫീസ്. നമ്മൾ ട്രാൻസാക്ഷൻ നടത്തുന്ന എമൗണ്ടിൻ്റെ 3.5% പ്ലസ് GST ആണ് ഫോറിൻ കറൻസി മാർക്കപ്പ് ഫീസായിട്ട് ഈടാക്കുന്നത്. അതിപ്പോൾ നമ്മൾ വിദേശ രാജ്യത്ത് പോയിട്ട് അവിടെ നമ്മളുടെ ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ച് നമ്മൾ ATM വഴി ക്യാഷ് വിഡ്രോ ചെയ്താൽ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ POS മെഷീനിൽ സ്വൈപ്പിംഗ് ട്രാൻസാക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഇന്ത്യക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ നമ്മൾ വിദേശ വെബ്സൈറ്റുകളിലൊക്കെ നമ്മൾ ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ച് പേയ്മെൻറ്റ് ചെയ്താലൊക്കെ ഈ ഒരു ചാർജ് ആപ്ലിക്കബിൾ ആണ്. നമ്മൾ എത്ര രൂപയുടെ ട്രാൻസാക്ഷൻ ആണോ ചെയ്യുന്നത് അതിൻ്റെ 3.5% പ്ലസ് GST ആണ് ഫോറിൻ കറൻസി മാർക്കപ്പ് ഫീസായിട്ട് നോർമലി എല്ലാ ഡെബിറ്റ് കാർഡിലും ഈടാക്കുന്നത്. അപ്പോൾ ആ ഒരു ചാർജ് നമ്മൾ നൽകേണ്ടതായിട്ട് വരും. പിന്നെ വരുന്ന മറ്റൊരു ചാർജാണ് ATM വഴി ക്യാഷ് വിഡ്രോ ചെയ്യുമ്പോൾ വരുന്ന ചാർജ്. നമ്മളിപ്പോൾ നാട്ടിൽ ATM വഴി ക്യാഷ് വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് അതുമായി ബന്ധപ്പെട്ട് ചാർജ് കാര്യങ്ങളൊന്നും വരുന്നില്ല. ഫ്രീ ട്രാൻസാക്ഷൻ ലിമിറ്റ് കഴിഞ്ഞാൽ മാത്രമാണ് ചാർജ് വരുന്നത്. എന്നാൽ വിദേശത്തുള്ള ATMകളിൽ പോയിട്ട് നമ്മളുടെ ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ച് നമ്മൾ ATM വഴി ക്യാഷ് വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ ചാർജ് ആപ്ലിക്കബിൾ ആണ്. അത് പെർ ട്രാൻസാക്ഷന് ചാർജ് ഈടാക്കും. ഇപ്പോൾ ക്യാഷ് വിഡ്രോവൽ പോലുള്ള ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ ആണെങ്കിൽ 100 രൂപ 200 രൂപയൊക്കെയാണ് നോർമലി ക്യാഷ് വിഡ്രോവൽ ചാർജായിട്ട് ഈടാക്കുന്നത്. ഈ ഒരു ചാർജ് ബാങ്കുകൾക്കനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും. ചില ബാങ്കിലൊക്കെ 400 രൂപ വരെ ATM ക്യാഷ് വിഡ്രോവൽ ചാർജായിട്ട് ഈടാക്കുന്നുണ്ട്. പിന്നെ നമ്മൾ വിദേശത്തുള്ള ATM വഴി ജസ്റ്റ് നമ്മുടെ ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ച് നമ്മൾ മിനി സ്റ്റേറ്റ്മെൻറ്റ് പോലുള്ള നോൺ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ നടത്തിയാലും ചാർജ് ഈടാക്കും. അത് പെർ ട്രാൻസാക്ഷൻ 25 രൂപ പ്ലസ് GST, അല്ലെങ്കിൽ ചില ബാങ്കിലൊക്കെ 50 രൂപ പ്ലസ് GST ഒക്കെയാണ് ഈടാക്കുന്നത്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കറൻസി കൺവെർഷൻ റേറ്റ് ആണ്. നമ്മൾ ഉപയോഗിക്കുന്ന ആ ഒരു ഡെബിറ്റ് കാർഡ് നല്ല ഉയർന്ന കൺവെർഷൻ റേറ്റ് തരുന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലതാണ്. അതേസമയം കുറഞ്ഞ കൺവെർഷൻ റേറ്റ് ഒക്കെ ആണെങ്കിൽ നമുക്ക് നല്ലൊരു എമൗണ്ട് തന്നെ അതിലൂടെ ലോസ് ആകും. സോ നമ്മൾ സ്ഥിരമായിട്ടൊക്കെ വിദേശത്ത് പോകുന്നവരാണെങ്കിൽ നല്ല കറൻസി കൺവെർഷൻ റേറ്റ് തരുന്ന ഒരു ഫോറക്സ് കാർഡോ അല്ലെങ്കിൽ നല്ലൊരു ഡെബിറ്റ് കാർഡോ വേണം ഓപ്റ്റ് ചെയ്യാനായി. പിന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഗ്ലോബലി അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു കാർഡ് വേരിയൻ്റ് ആയിരിക്കണം. ഇപ്പോൾ റുപേ കാർഡ് വേരിയൻ്റ് ഒക്കെ ആണെങ്കിൽ നമുക്ക് എല്ലാ രാജ്യത്തും അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. ഇപ്പോൾ വിദേശ രാജ്യങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മുടെ റുപേ വേരിയൻ്റ് കാർഡാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യില്ല പലയിടങ്ങളിൽ. ഇനിയിപ്പോൾ ഇന്റർനാഷണൽ വേരിയൻ്റ് റുപേ വേരിയൻ്റ് ആണെങ്കിൽ വിദേശത്ത് പോയി കഴിഞ്ഞാൽ അവിടെ JCBയും അതുപോലെ തന്നെ ഡിസ്കവറൊക്കെ അക്സെപ്റ്റ് ചെയ്യുന്ന ഇടങ്ങളിൽ മാത്രമേ നമുക്ക് റുപേ കാർഡ് ഉപയോഗിച്ച് ട്രാൻസാക്ഷൻ നടത്താനായിട്ട് സാധിക്കൂ. അതേസമയം മാസ്റ്റർ കാർഡ് അതുപോലെ തന്നെ വിസ നെറ്റ്വർക്ക് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഗ്ലോബലി എല്ലായിടത്തും അക്സെപ്റ്റബിൾ ആണ്. സോ അങ്ങനെയുള്ളൊരു ഗ്ലോബലി നല്ല രീതിയിൽ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു കാർഡ് നെറ്റ്വർക്കാണ് നമ്മുടെ കയ്യിലുള്ളതെന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. പിന്നെ ഉറപ്പുവരുത്തേണ്ട മറ്റൊരു കാര്യം ഈസി ടു ആക്സസ് ആയിരിക്കണം. നമുക്ക് ഫണ്ട് കാര്യങ്ങളൊക്കെ ഈസി ആയിട്ട് മാനേജ് ചെയ്യാനായിട്ട് സാധിക്കണം. ഇപ്പോൾ ഫോറക്സ് കാർഡൊക്കെ ആണെങ്കിൽ പലപ്പോഴും ഫണ്ട് ലോഡ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. അത് ഒഴിവാക്കിയിട്ട് നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ കാർഡിലേക്ക് ഫണ്ട് ലോഡ് ചെയ്യാനായിട്ട് സാധിക്കണം. അപ്പോൾ അങ്ങനെയുള്ളൊരു കാർഡ് വേണം നമ്മൾ ഉപയോഗിക്കാനായിട്ട്. ഇപ്പോൾ എന്തെങ്കിലും പ്രശ്നം നേരിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ കസ്റ്റമർ സപ്പോർട്ടിലൊക്കെ ഡിജിറ്റലി തന്നെ കോൺടാക്ട് ചെയ്യാനായിട്ട് സാധിക്കണം. സോ അങ്ങനെയുള്ള ഒരു ബാങ്ക് വേണം നമ്മൾ ഓപ്റ്റ് ചെയ്യാനായി. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത്. പിന്നെ കൂടുതൽ കോംപ്ലിമെൻ്ററി ആയിട്ട് നമുക്ക് ലോഞ്ച് ആക്സസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് അഡീഷണൽ ബെനിഫിറ്റ് ആണ്. നമ്മൾ വിദേശത്തേക്കൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് കോംപ്ലിമെൻ്ററി ആയിട്ട് എയർപോർട്ടിലെ ലോഞ്ചും കാര്യങ്ങളൊക്കെ ആക്സസ് ചെയ്യാം. സോ അതുകൂടി കൺസിഡർ ചെയ്യാൻ വേണമെങ്കിൽ അതൊരു അഡീഷണൽ ബെനിഫിറ്റ് ആണ്. സോ ഇങ്ങനെയുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉള്ള കുറച്ച് ഡെബിറ്റ് കാർഡ് ഓപ്ഷനുകൾ പരിചയപ്പെടാം. ആദ്യത്തെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് നിയോ സീറോ ഫോറക്സ് കാർഡാണ്. ഇതൊരു ബാങ്ക് നൽകുന്ന ഒരു പ്രൊഡക്റ്റ് അല്ല, ഇതൊരു ഫിൻടെക് കമ്പനി നൽകുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. നിയോ എന്ന് പറഞ്ഞ ഒരു ഫിൻടെക് കമ്പനി ഉണ്ട്, അവരുടെ ഒരു പ്രൊഡക്റ്റ് ആണ് ഈ ഒരു നിയോ സീറോ ഫോറക്സ് കാർഡ്. 3 ഓപ്ഷൻസ് ഉണ്ട്. ഒന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് DCB ബാങ്കുമായിട്ട് ടൈപ്പ് ആയിട്ടുള്ള ഒരു ഡെബിറ്റ് കാർഡ്, മറ്റൊന്ന് SBM ബാങ്കുമായിട്ട് ടൈപ്പ് ആയിട്ടുള്ള ഒരു ഡെബിറ്റ് കാർഡ്, മറ്റൊന്ന് SBM ബാങ്കുമായിട്ട് തന്നെ ടൈപ്പ് ആയിട്ടുള്ള FD ബേസ്ഡ് ക്രെഡിറ്റ് കാർഡ്. അപ്പോൾ 3 കാർഡ് ഓപ്ഷനിൽ നമുക്ക് സീറോ ഫോറക്സ് ചാർജാണ് വരുന്നത്. വിദേശത്ത് പോയിട്ട് നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ ട്രാൻസാക്ഷൻ നടത്തുവാൻ നേരത്ത് ഫോറിൻ കറൻസി മാർക്കറ്റ് ഫീസ് 0 ആയിരിക്കും. അതാണ് ഈ ഒരു കാർഡിൻ്റെ ഒരു കീ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഡെബിറ്റ് കാർഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഡെബിറ്റ് കാർഡ് ഒരു സേവിങ്സ് അക്കൗണ്ടുമായി ലിങ്ക് ആയിട്ടാണ് വരുന്നത്. സോ നമ്മൾ ഇപ്പോൾ DCB ബാങ്ക് ആണെങ്കിലും SBM ബാങ്ക് ആണെങ്കിലും അവരുടെ ഡെബിറ്റ് കാർഡ് ഓപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പർട്ടിക്കുലർ ബാങ്കിൽ നമ്മളുടെ പേരിൽ ഒരു അക്കൗണ്ട് കൂടി ഓപ്പൺ ചെയ്യപ്പെടുന്നുണ്ട്. പിന്നീട് നമ്മൾ ആ ഒരു ബാങ്ക് അക്കൗണ്ടിലേക്ക് ഫണ്ട് ലോഡ് ചെയ്ത് ആ ഒരു ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ച് ട്രാൻസാക്ഷൻ നടത്തുന്ന ഒരു രീതിയാണ് അവർ ഫോളോ ചെയ്യുന്നത്. 180-ലധികം രാജ്യങ്ങളിൽ നമുക്ക് ഇവരുടെ കാർഡ് ഉപയോഗിച്ച് ട്രാൻസാക്ഷൻ നടത്താനായിട്ട് സാധിക്കും. വിസ വേരിയൻ്റ് കാർഡാണ് നമുക്ക് കിട്ടുന്നത്. അതേപോലെ തന്നെ നമുക്ക് 30-ലധികം കറൻസീസും ഈ ഒരു നിയോ പ്ലാറ്റ്ഫോം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആനുവലി 7 ലക്ഷം രൂപ വരെയുള്ള ഇടപാടിന് TCS ആപ്ലിക്കബിൾ അല്ല. നമുക്ക് TCS ഇല്ലാതെ തന്നെ നമുക്കത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അതിന് മുകളിൽ വന്നു കഴിഞ്ഞാൽ TCS ആപ്ലിക്കബിൾ ആണ്. അതുപോലെ തന്നെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡെബിറ്റ് കാർഡ് കിട്ടാനായിട്ട് ഒരു ടൈം ഡിലേ ഉണ്ട്. ഒരു 7 മുതൽ 14 ദിവസം വരെ എടുത്തേക്കും. സോ അതനുസരിച്ച് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. പിന്നെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് നമുക്ക് പാസ്പോർട്ടും കാര്യങ്ങളൊക്കെ ആവശ്യമാണ്. DCB ബാങ്കിൻ്റെ ഡെബിറ്റ് കാർഡ് ആണെങ്കിലും SBM ബാങ്കിൻ്റെ ഡെബിറ്റ് കാർഡ് ആണെങ്കിലും അതിന് പ്രത്യേകിച്ച് ജോയിനിങ് ഫീസ് ഇല്ല, ആനുവൽ ഫീസ് ഇല്ല. ആ
പർട്ടിക്കുലർ ബാങ്കിൽ ഒരു സേവിങ്സ് അക്കൗണ്ട് നമ്മളുടെ പേരിൽ ഓപ്പൺ ചെയ്യപ്പെടും. അത് സീറോ ബാലൻസ് അക്കൗണ്ടാണ്. നമുക്ക് അതിലേക്ക് സാധാരണ മറ്റു ബാങ്ക് അക്കൗണ്ടിൽ നിന്നും ഫണ്ട് ട്രാൻസ്ഫർ ചെയ്ത് നമ്മളുടെ ഈ ഒരു ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ച് ട്രാൻസാക്ഷൻ നടത്താനായിട്ട് സാധിക്കും. ഫോറക്സ് ചാർജ് ആദ്യം പറഞ്ഞ രീതിയിൽ സീറോ ഫോറക്സ് ചാർജ് ആണ്. പക്ഷേ ATM വഴിയുള്ള ക്യാഷ് ഇടപാട് ചാർജബിൾ ആണ്. നമ്മൾ വിദേശത്ത് പോയിട്ട് നമ്മളുടെ ഒരു ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ച് ATM വഴി ക്യാഷ് വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ ക്യാഷ് വിഡ്രോവൽ ചാർജ് ആയിട്ട് ഓരോ ട്രാൻസാക്ഷനും 425 രൂപ പ്ലസ് GST ഈടാക്കും. പിന്നെ ഒരു കാർഡിൽ കോംപ്ലിമെൻ്ററി ആയിട്ട് ലോഞ്ച് ആക്സസ് വരുന്നുണ്ട്. നമ്മൾ ഈ ഒരു കാർഡ് ഉപയോഗിച്ച് വിദേശത്ത് ഒരു ക്വാർട്ടറിൽ 50,000 രൂപയ്ക്ക് മുകളിൽ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്വാർട്ടറിൽ ഒരു ലോഞ്ച് ആക്സസ് നമുക്ക് സൗജന്യമായിട്ട് വരുന്നുണ്ട്. ഇന്ത്യക്ക് വെളിയിലുള്ള സെലക്ടഡ് ലോഞ്ചുകളാണ് നമുക്ക് ക്വാർട്ടറിൽ ഒരു തവണ സൗജന്യമായിട്ട് ആക്സസ് ചെയ്യാനായി സാധിക്കുക. പിന്നെ സേവിങ്സ് അക്കൗണ്ടിൽ നമ്മൾ ലോഡ് ചെയ്യുന്ന ഫണ്ടിന് നമുക്ക് പലിശ വരുന്നുണ്ട്. ആനുവലി 8% ഇൻട്രസ്റ്റ് ആണ് ഇപ്പോൾ നിലവിൽ അവർ ഓഫർ ചെയ്യുന്നത്. പിന്നെ FD ബേസ്ഡ് കാർഡാണെങ്കിൽ ഇപ്പോൾ SBI ബാങ്കുമായിട്ട് ടൈപ്പായിട്ടാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. SBI ബാങ്കിൽ നമ്മളുടെ പേരിൽ ഒരു FD അക്കൗണ്ട് ഓപ്പൺ ചെയ്യപ്പെടും. നമ്മൾ എത്ര രൂപയാണ് FD ഇടുന്നത് അതനുസരിച്ചുള്ള എമൗണ്ട് ആയിരിക്കും നമുക്ക് കാർഡ് ഉപയോഗിച്ച് സ്പെൻഡ് ചെയ്യാനായിട്ട് സാധിക്കുക. FDയുടെ പലിശ വരുന്നത് ഇപ്പോൾ നിലവിൽ 7% ആനുവലിയാണ്. ട്രാൻസാക്ഷൻ ലിമിറ്റ് നോക്കിക്കഴിഞ്ഞാൽ ATM വിഡ്രോവൽ ലിമിറ്റ് വരുന്നത് ഡെയിലി 1 ലക്ഷം രൂപയാണ്. ഡെയിലി POS അതുപോലെ തന്നെ ഇ-കൊമേഴ്സ് ട്രാൻസാക്ഷൻ ലിമിറ്റ് വരുന്നത് 7.5 ലക്ഷം രൂപയാണ്. ഈ ഒരു നിയോ സീറോ ഫോറക്സ് കാർഡ് ഉപയോഗിക്കുന്നവർ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ കൺസിഡർ ചെയ്യാവുന്ന മറ്റൊരു അക്കൗണ്ട് വേരിയൻ്റാണ് ഇൻഡസ്ഇൻഡ് ബാങ്കിൻ്റെ വേൾഡ് എക്സ്ക്ലൂസീവ് ഡെബിറ്റ് കാർഡ്. ഡെയിലി ATM വിഡ്രോവൽ ലിമിറ്റ് വരുന്നത് 2 ലക്ഷം രൂപയാണ്. ഡെയിലി ഇ-കൊമേഴ്സ് അതുപോലെ തന്നെ POS ട്രാൻസാക്ഷൻ ലിമിറ്റ് വരുന്നത് 4 ലക്ഷം രൂപയാണ്. ഇതിന് പ്രത്യേകിച്ച് ജോയിനിങ് ഫീസ് വരുന്നില്ല, അതുപോലെ തന്നെ ആനുവൽ ഫീസ് വരുന്നില്ല. ഈ ഒരു കാർഡിന് സീറോ ഫോറക്സ് ചാർജ് ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു കാർഡ് ഉപയോഗിച്ച് നമ്മൾ വിദേശത്തെ ട്രാൻസാക്ഷൻ ചെയ്യുമ്പോൾ ഫോറക്സ് ചാർജ് ആപ്ലിക്കബിൾ അല്ല, സീറോ ആണ് ഫോറക്സ് ചാർജ് വരുന്നത്. പിന്നെ ഇതിനകത്ത് കോംപ്ലിമെൻ്ററി ലോഞ്ച് ആക്സസ് വരുന്നുണ്ട്. നമുക്ക് ക്വാർട്ടർലി ഒരു തവണ സെലക്ടഡ് ഡൊമസ്റ്റിക് ലോഞ്ചും ഇന്ത്യക്കുള്ളിലെ ഡൊമസ്റ്റിക് ലോഞ്ചും അതുപോലെ തന്നെ ഇന്റർനാഷണൽ ലോഞ്ചും നമുക്ക് കോംപ്ലിമെൻ്ററി ആയിട്ട് ആക്സസ് ചെയ്യാം. പിന്നെ ഇത് കൂടാതെ നമുക്ക് ഈ ഒരു ഡെബിറ്റ് കാർഡിൽ കുറച്ച് മറ്റു ബെനിഫിറ്റുകൾ വരുന്നുണ്ട്. ബൈ വൺ ഗെറ്റ് വൺ മൂവി ടിക്കറ്റ് ഓഫർ വരുന്നുണ്ട്. നമുക്ക് ക്വാർട്ടർലി 2 തവണ ഈ ഒരു ഓഫർ പ്രയോജനപ്പെടുത്താനായിട്ട് സാധിക്കും. അപ് ടു 500 രൂപ വരെയുള്ള ഒരു ടിക്കറ്റാണ് നമുക്ക് ഓരോ തവണയും നമുക്ക് സൗജന്യമായിട്ട് ലഭിക്കുക. പിന്നെ നമുക്ക് അതിനകത്ത് റിവാർഡ് പോയിന്റ് ബെനിഫിറ്റ് വരുന്നുണ്ട്. ഓരോ 200 രൂപ സ്പെൻഡ് ചെയ്യുമ്പോഴും നമുക്ക് 6 റിവാർഡ് പോയിന്റ് വരുന്നുണ്ട്. പിന്നെ ലോസ്റ്റ് കാർ ലയബിലിറ്റി പ്രൊട്ടക്ഷൻ കവറേജ്, കോംപ്ലിമെൻ്ററി ഗോൾഫ് ആക്സസ്, പിന്നെ എയർ ആക്സിഡൻ്റൽ ഇൻഷുറൻസ് കവറേജ്, പിന്നെ പേഴ്സണൽ ആക്സിഡൻ്റൽ ഇൻഷുറൻസ് കവറേജ്, അങ്ങനെയുള്ള കുറച്ച് ഇൻഷുറൻസ് പ്രോഗ്രാമുകളും ഈ ഒരു ഡെബിറ്റ് കാർഡിൻ്റെ ഭാഗമായിട്ട് നമുക്ക് സൗജന്യമായിട്ട് വരുന്നുണ്ട്. പിന്നെ കൺസിഡർ ചെയ്യാവുന്ന മറ്റൊരു ഡെബിറ്റ് കാർഡ് ഓപ്ഷനാണ് HDFC ബാങ്കിൻ്റെ ഇൻഫിനിറ്റി വേരിയൻറ്റ് ഡെബിറ്റ് കാർഡ്. ഇതെല്ലാവർക്കും ആക്സസബിൾ അല്ല. ഇതൊരു ഇൻവൈറ്റ് ബേസ്ഡ് ഡെബിറ്റ് കാർഡാണ്. HDFC ബാങ്കിൻ്റെ ഒരു പ്രീമിയം കസ്റ്റമേഴ്സിന് മാത്രമാണ് ഈ ഒരു ഡെബിറ്റ് കാർഡ് നൽകുന്നത്, ഇൻഫിനിറ്റി അക്കൗണ്ട് ഉള്ളവർക്ക്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഈ ഒരു ഡെബിറ്റ് കാർഡ് ഓപ്റ്റ് ചെയ്യാനായി സാധിക്കില്ല. ഇതിനകത്ത് സീറോ ഫോറക്സ് ചാർജ് അല്ല വരുന്നത്, ഫോറക്സ് ചാർജ് ഉണ്ട് പക്ഷേ കുറവാണ്. ഫോറക്സ് ചാർജ് വരുന്നത് 0.99% ആണ്. പിന്നെ ഇത് സൗജന്യമല്ല, നമുക്ക് ആനുവൽ ചാർജ് വരുന്നത് 2,500 രൂപ പ്ലസ് GST ആണ്. പക്ഷേ നമുക്കത് വേവ് ചെയ്യാനുള്ള ഓപ്ഷൻ ലഭ്യമാണ്. ഈ ഒരു കാർഡിൻ്റെ മെയിൻ ഹൈലൈറ്റ് ഇതിൻ്റെ ഡെയിലി വിഡ്രോവൽ ലിമിറ്റ് ആണ്. ഡെയിലി ATM വിഡ്രോവൽ ലിമിറ്റ് വരുന്നത് 2 ലക്ഷം രൂപയാണ്. ഡെയിലി POS അതുപോലെ തന്നെ ഇ-കൊമേഴ്സ് ട്രാൻസാക്ഷൻ ലിമിറ്റ് വരുന്നത് ഡെയിലി 10 ലക്ഷം രൂപയാണ്. പിന്നെ ഈ ഒരു ഡെബിറ്റ് കാർഡിൽ നമുക്ക് കോംപ്ലിമെൻ്ററി ആയിട്ട് എയർപോർട്ട് ലോഞ്ച് ആക്സസ് വരുന്നുണ്ട്. നമുക്ക് ഇന്ത്യക്കുള്ളിലെ സെലക്ടഡ് ലോഞ്ചുകൾ നമുക്ക് ക്വാർട്ടറിൽ 4 തവണ സൗജന്യമായിട്ട് ആക്സസ് ചെയ്യാം. പിന്നെ നമ്മൾ ക്വാർട്ടറിൽ 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ 7,500 രൂപ വർത്താറുള്ള താജ് വൗച്ചറും കാര്യങ്ങളൊക്കെ ഓഫർ ചെയ്യുന്നുണ്ട്. പിന്നെ കോംപ്ലിമെൻ്ററി ഗോൾഫ് ഗെയിം അതുപോലെ തന്നെ ലെസൻസും കാര്യങ്ങളൊക്കെ ഈ ഒരു ഡെബിറ്റ് കാർഡിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ വർക്കിംഗ് പ്രൊഫഷണൽസ് ഒക്കെ ആണെങ്കിൽ കൺസിഡർ ചെയ്യാവുന്ന ഒരു നിയോ ബാങ്ക് അക്കൗണ്ടാണ് ഫൈവ് മണിയുടെ അക്കൗണ്ട്. ഫൈവ് മണിയുടെ അല്പം ഉയർന്ന വേരിയൻ്റൊക്കെ ആണെങ്കിൽ നമുക്ക് ഇപ്പോൾ നിലവിൽ സീറോ ഫോറക്സ് ചാർജ് ആണ് വരുന്നത്. ബേസിക് അക്കൗണ്ട് വേരിയൻ്റ് ആണെങ്കിൽ ഫോറക്സ് ചാർജ് ഉണ്ട്. ഇപ്പോൾ സാലറി അക്കൗണ്ട് ആണെങ്കിൽ അതുപോലെ തന്നെ 50,000 രൂപ കീപ്പ് ചെയ്യണ ഇൻഫിനിറ്റ് അക്കൗണ്ട് വേരിയൻ്റൊക്കെ ആണെങ്കിൽ നമുക്ക് സീറോ ഫോറക്സ് ചാർജ് ആണ് വരുന്നത്. ഇനിയിപ്പോൾ 10,000 രൂപ മന്ത്ലി ആവറേജ് ബാലൻസ് കീപ്പ് ചെയ്യേണ്ട പ്ലസ് വേരിയൻ്റ് ആണെങ്കിൽ ഒരു മാസത്തെ 30,000 രൂപ വരെയുള്ള ട്രാൻസാക്ഷന് നമുക്ക് ഫോറക്സ് ചാർജ് വേവ് ചെയ്ത് കിട്ടുന്നുണ്ട്. അപ്പോൾ അത് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം. ഡെബിറ്റ് കാർഡിൻ്റെ ചാർജ് വരുന്നത് 299 രൂപ പ്ലസ് GST ആണ്. പിന്നെ വിദേശത്തെ ATM വഴി ക്യാഷ് വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ ചാർജ് ആപ്ലിക്കബിൾ ആണ്. ചാർജ് വരുന്നത് 200 രൂപ പ്ലസ് GST ആണ്. പിന്നെ ജൂപ്പിറ്റർ എന്ന് പറഞ്ഞ നിയോ ബാങ്ക് അക്കൗണ്ടും കൺസിഡർ ചെയ്യാം. അവരുടെ പ്രോ അക്കൗണ്ട് വേരിയൻ്റ് ആണെങ്കിൽ നമുക്ക് ഒരു മാസത്തെ 25,000 രൂപ വരെയുള്ള വിദേശ ട്രാൻസാക്ഷനുകൾക്ക് നമുക്ക് ഫോറക്സ് ചാർജ് വേവ് ചെയ്ത് കിട്ടുന്നുണ്ട്. പിന്നെ സാലറി അക്കൗണ്ട് ആണെങ്കിൽ നമുക്ക് ഒരു മാസത്തെ 1 ലക്ഷം രൂപ വരെയുള്ള വിദേശ ട്രാൻസാക്ഷനുകൾക്ക് നമുക്ക് ഫോറക്സ് ചാർജ് വേവ് ചെയ്ത് കിട്ടുന്നുണ്ട്. ഈ ഒരു ലിമിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ട്രാൻസാക്ഷന് 3.5% പ്ലസ് GST ഫോറക്സ് ചാർജ് ആപ്ലിക്കബിൾ ആണ്. പിന്നെ ജൂപ്പിറ്റർ കാർഡ് ഉപയോഗിച്ച് നമ്മൾ വിദേശത്ത് പോയിട്ട് അവിടുത്തെ ATM വഴി ക്യാഷ് വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ ATM ക്യാഷ് വിഡ്രോവൽ ചാർജ് ആപ്ലിക്കബിൾ ആണ്. 200 രൂപ പ്ലസ് GST ആണ് ചാർജ് വരുന്നത്. ജൂപ്പിറ്റർ ഡെബിറ്റ് കാർഡിൻ്റെ ചാർജ് വരുന്നത് 299 പ്ലസ് GST ആണ്. ജൂപ്പിറ്റർ ആണെങ്കിൽ 5 മണി ആണെങ്കിലും സീറോ ബാലൻസ് വേരിയൻ്റ് അക്കൗണ്ട് ആണെങ്കിൽ ഫോറക്സ് ചാർജ് നമുക്ക് വേവ് ചെയ്ത് കിട്ടുന്നില്ല. സാലറി അക്കൗണ്ട് ഇല്ലെങ്കിൽ മിനിമം ബാലൻസ് കീപ്പ് ചെയ്യേണ്ട അക്കൗണ്ട് വേരിയൻ്റ് ആണെങ്കിൽ മാത്രമേ നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ ഫോറിൻ കറൻസി മാർക്കറ്റ് ഫീസ് നമുക്ക് വേവ് ചെയ്ത് കിട്ടുന്നുള്ളൂ. സോ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാൻ സാധിക്കുന്ന കുറച്ച് ഡെബിറ്റ് കാർഡ് വേരിയൻറ്റുകൾ. ഈ ഒരു കാറ്റഗറിയിൽ നമുക്ക് ഡെബിറ്റ് കാർഡുകൾ വളരെ കുറവാണ്. എല്ലാവർക്കും ആക്സസ് ചെയ്യാൻ സാധിക്കുന്നത് നിയോയുടെയൊക്കെ ആ ഒരു സീറോ ഫോറക്സ് ഡെബിറ്റ് കാർഡ് മാത്രമാണ്. ഇപ്പോൾ പറഞ്ഞ ഓപ്ഷൻസ് കൂടാതെ ഒട്ടുമിക്ക
ഒട്ടുമിക്ക ബാങ്കിലെയും പ്രീമിയം വേരിയൻ്റ് അക്കൗണ്ട് വേരിയൻ്റ് ആണെങ്കിൽ ഒരു 5 ലക്ഷം രൂപ അല്ലെങ്കിൽ 10 ലക്ഷം രൂപയൊക്കെ മിനിമം ബാലൻസ് കീപ്പ് ചെയ്യേണ്ട തരത്തിലുള്ള പ്രീമിയം വേരിയൻ്റ് അക്കൗണ്ട് വേരിയൻ്റ് ആണെങ്കിൽ നമുക്ക് അതിൽ കിട്ടുന്ന ഡെബിറ്റ് കാർഡിന് ഈ പറഞ്ഞ രീതിയിൽ ഫോറക്സ് ചാർജൊക്കെ വേവ് ചെയ്ത് കിട്ടുന്നുണ്ട്. പക്ഷേ അത് ഈ പറഞ്ഞ പോലെ എല്ലാവർക്കും ആക്സസബിൾ അല്ല. പിന്നെ ക്രെഡിറ്റ് കാർഡുകളാണെങ്കിൽ ഈ ഒരു കാറ്റഗറിയിൽ നമുക്ക് കുറേയധികം ഓപ്ഷൻസ് ലഭ്യമാണ്. സോ വിദേശത്തേക്ക് ട്രാവൽ ചെയ്യുന്നവർക്ക് കൺസിഡർ ചെയ്യാൻ പറ്റിയ ക്രെഡിറ്റ് കാർഡുകളെ പറ്റി അറിയാനായിട്ട് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതിനെപ്പറ്റി നമ്മളൊരു സെപ്പറേറ്റ് വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഡെബിറ്റ് കാർഡുകൾ ഈ പറഞ്ഞ രീതിയിൽ കുറച്ച് ഓപ്ഷൻസ് മാത്രമാണുള്ളത്. ഇപ്പോൾ പറഞ്ഞത് കൂടാതെ ഏതെങ്കിലും ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. മറ്റുള്ളവർക്ക് അത് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടുകൂടി